8 മണി വരെ നയോമിക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ലൊക്കേഷനിലെ കാറിൽ തിരിച്ചു പോരുമ്പോൾ അഷ്ടമൂർത്തിയും ഡോണ്ടിയും നയോമിയെ അനുഗമിച്ചു. ഇന്നലെ രാത്രിയിലുണ്ടായ ആക്രമണവും മറ്റ് സംഭവവികാസങ്ങളും വിജയാനന്ദോ മറ്റാരെങ്കിലുമോ അറിയരുതെന്ന് പോലീസ് സംഘം നിഷ്കർഷിച്ചിരുന്നു. ലൊക്കേഷനിൽ നിന്ന് ഇന്നലെ വന്ന ഡ്രൈവറോടും അങ്ങനെ തന്നെ പറഞ്ഞ് ഏർപ്പാടാക്കിയിരുന്നു. പോലീസ് നടപടി ഉണ്ടാകുമെന്നാണ് നയോമി ആദ്യം വിചാരിച്ചത്. അവൾ അതേപ്പറ്റി അഷ്ടമൂർത്തിയോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ അല്പം കൂടി വെയിറ്റ് ചെയ്യുകയാണ് എന്നായിരുന്നു മറുപടി. എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ചില പ്രതികളെ കൂടി കിട്ടാനുണ്ട്. അതിന് അല്പം കൂടി സാവകാശം വേണം. കിട്ടിയ പ്രതികളോ? അവർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. മീഡിയയിലൊന്നും ന്യൂസ് കണ്ടില്ല, ന്യൂസ് കൊടുത്തില്ല, അഥവാ നമ്മൾ ആരോടും പറഞ്ഞില്ല. ആരാണ് ശരിക്കും ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ? തട്ടിക്കൊണ്ടുപോകലിൻ്റെയോ അതോ രക്ഷപ്പെടുത്തലിൻ്റെയോ? തട്ടിക്കൊണ്ടുപോകലിൻ്റെ. അത് ഗോപാൽ ഷെട്ടി ആൻഡ് പാർട്ടി. അതിനു മുകളിൽ ആരുമില്ലേ? ഹേമലത ശങ്കർ. അതിനും മീതെ അന്വേഷിക്കുന്നുണ്ട്. മുമ്പ് എന്നെ തട്ടിക്കൊണ്ടുപോയതും ഇതേ കൊട്ടേഷൻ ടീമായിരുന്നോ? ചിലരൊക്കെയുണ്ട്, വേറെ ചിലരില്ല. അന്നത്തെ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണെന്ന് തെളിഞ്ഞോ? പൂർണ്ണമായിട്ടുമില്ല. ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കിട്ടി. ഇനിയും പലതും തെളിയാനുണ്ട്. കാർ നയോമിയുടെ വീട്ടിലെത്തി. ഡോണ്ടിയും അഷ്ടമൂർത്തിയും അവളോടൊപ്പം ലിവിംഗ് റൂം വരെ ചെന്നു. ഇനി ഭയപ്പെടാനൊന്നുമില്ലല്ലോ? ഡോണ്ടി ചോദിച്ചു. ഓ, എൻ്റെ ബോഡി ഗാർഡായിട്ട് വന്നതാണോ? നയോമി മറുചോദ്യമിട്ടു. തൽക്കാലം അങ്ങനെ തന്നെയാ. കോഫി, ടീ എന്തെങ്കിലും? ഒന്നും വേണ്ട മോളെ. അഷ്ടമൂർത്തി പാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു പെൻഡ്രൈവ് എടുത്ത് അവളുടെ നേർക്ക് നീട്ടി. ഇതെന്താണ്? നയോമി വിസ്മയിച്ചു. ഞങ്ങൾ ഇന്നലെ ഗോപാൽ ഷെട്ടിയെയും മറ്റും ചോദ്യം ചെയ്തതിൻ്റെ വീഡിയോ ഫുട്ടേജ്. എനിക്കെന്തിനാ ഇത്? ഒന്ന് കണ്ടു നോക്കണം. നയോമി അത് വാങ്ങി വെച്ചു. ചോദ്യം ചെയ്യൽ ഷൂട്ട് ചെയ്തിരുന്നു അല്ലേ? അതെ. തെളിവുകൾ നിലനിൽക്കണ്ടേ? എന്നെ തട്ടിക്കൊണ്ടുപോയത് എന്തിനായിരുന്നെന്ന് അവർ പറഞ്ഞോ? പറഞ്ഞു. എന്തിനായിരുന്നു? അതെല്ലാം ഈ പെൻഡ്രൈവിലുണ്ട്. ഓക്കെ, ഇന്ന് രാത്രി തന്നെ ഞാനിത് കാണണം അല്ലേ? അതെ. നമുക്ക് കുറേ ദിവസം പ്രതികളെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, ഡോണ്ടി പറഞ്ഞു. എന്നെ തട്ടിക്കൊണ്ടുപോയ കേസ് എഴുതി തള്ളിയതല്ലേ? വീണ്ടും അത് കുത്തിപ്പോക്കണോ? ഞങ്ങളിവിടെ സ്റ്റേഷനിൽ അന്വേഷിച്ചു. എഴുതി തള്ളിയിട്ടില്ല. മന്ദഗതിയിലാണെന്നേയുള്ളൂ. തെളിയാത്ത കേസുകൾക്ക് 40 വർഷത്തിന് ശേഷം തെളിവ് കിട്ടിയാലും മതി. വിചാരണയും ശിക്ഷയും ഉണ്ടാകും, ഡോണ്ടി വെളിപ്പെടുത്തി. നയോമി എന്തോ പറയാൻ ഭാവിച്ചെങ്കിലും അത് വേണ്ടെന്ന് വെച്ചു. എന്നാൽ ഗുഡ് നൈറ്റ്. നാളെ കാണാം, അഷ്ടമൂർത്തി പറഞ്ഞു. എനിക്കിത് കണ്ടു തീർക്കാൻ എത്ര ദിവസം കിട്ടും? നയോമി ചോദിച്ചു. ആവശ്യമുള്ളത്ര സമയമെടുത്തോളൂ. മണിക്കൂറുകളല്ല ഞാൻ ചോദിച്ചത്, ദിവസങ്ങളാണ്. നയോമി ഡോണ്ടിയെ അപേക്ഷാഭാവത്തിൽ നോക്കി. മാക്സിമം 3 days, അതിൽ കൂടുതലാകരുത്. ശരി, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. വാതിലടച്ചേക്ക്. അഷ്ടമൂർത്തിയും ഡോണ്ടിയും വീട് വിട്ടിറങ്ങി ഗേറ്റിനടുത്ത് കാർ പാർക്ക് ചെയ്തിരുന്നിടത്തേക്ക് പോന്നു. നയോമിയുടെ ചോദ്യങ്ങളെല്ലാം സാവധാനത്തിലായിരുന്നു. കുളിമുറിയിൽ കയറിയ അവൾ കുളിച്ചിറങ്ങാൻ കുറേ സമയമെടുത്തു. മണിക്കൂറുകളോളം അവളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ കാത്തിരുന്ന മിന്നുമോൾ സൗദാമിനിയമ്മയുടെ മടിയിലിരുന്ന് ഉറങ്ങിപ്പോയി. ഒന്നിനും ധൃതിയില്ലാത്തവളെ പോലെയായിരുന്നു നയോമി. രാത്രി ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ 12 മണി. നിനക്ക് എന്തു പറ്റി നയോമി? സൗദാമിനിയമ്മ ചോദിച്ചു. എനിക്കറിയില്ല. നീ വളരെ പതുക്കെയായി പോയല്ലോ. എന്തു പറ്റി? നിന്റെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ആലോചനകളാണല്ലോ. ഞാൻ ഓരോന്ന് ആലോചിക്കുമായിരുന്നു. എന്താ നിന്നെ അലട്ടുന്നത്? ഞാനിവിടെ വന്നു പെട്ടതും തുടർന്നുണ്ടായ സംഭവങ്ങളും. അതിലെന്തത്ര ആലോചിക്കാൻ? പഴയതൊന്നും ഓർമ്മയിലില്ലല്ലോ നിനക്ക്? അവൾ മൂളി. നീ അനിലിനോട് പറഞ്ഞോ ഇവിടുത്തെ സേവനം അവസാനിപ്പിക്കാൻ പോവാണെന്ന്? അവസാനിപ്പിക്കുമെന്നല്ല, അവസാനിച്ചേക്കുമെന്നാണ്. അതെന്താ അങ്ങനെ പറഞ്ഞത്? എനിക്ക് അങ്ങനെ തോന്നി. നിനക്കിവിടെ ആരോടെങ്കിലും ദേഷ്യമുണ്ടോ? ഇല്ല. അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. കഴിക്കുമോളെ, നീ ചുമ്മാ കയ്യിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നയോമി കുറച്ച് ചോറ് വായിലിട്ടു. അത് കുറച്ചു നേരം ചവച്ചു. ഇറങ്ങുന്നില്ല. ജഗജിത്ത് വലിയ വിഷമത്തിലാ, സൗദാമിനിയമ്മ പറഞ്ഞു. എന്തു പറ്റി? അവൻ്റെ പഠിപ്പ് മുടങ്ങിയില്ലേ? ഞാൻ കാരണമാണോ? അല്ല, കുറ്റം അവൻ്റെ തന്നെയാ. ആ റാഗിങ് സംഭവത്തിൽ അവൻ പെട്ടുപോയതാ. പക്ഷേ സസ്പെൻഡ് ചെയ്യാനുള്ള കുറ്റമൊന്നും അവൻ ചെയ്തിട്ടില്ല. ജഗജിത്ത് തിരിച്ചു പോയില്ലേ? നയോമിയുടെ ചോദ്യം കേട്ട് സൗദാമിനിയമ്മ കണ്ണു വീഴ്ച്ചു. നീ ഈ വീട്ടിലെങ്ങുമല്ലേ താമസം? ഞാൻ അവനെ കാണാറില്ലല്ലോ. നിന്റെ മുന്നിൽ വരാനുള്ള മടി കൊണ്ട് വരാത്തതാ. അവനിവിടെ വന്നിട്ട് ദിവസങ്ങളായി. വന്നത് ഞാൻ ഓർക്കുന്നു. തിരിച്ചു പോകണമെങ്കിൽ ഫൈൻ അടയ്ക്കണം. രക്ഷകർത്താവ് കൂടെ ചെന്ന് കോളേജുകാരെ കണ്ട് സംസാരിക്കണം. അതൊന്നും പറഞ്ഞില്ലല്ലോ. സൂചിപ്പിച്ചായിരുന്നു. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. പിന്നെ മാളുവിൻ്റെ അടുത്ത സെമസ്റ്റർ ഫീസ് കൊടുക്കേണ്ട സമയമായി. അവളും ഇവിടെയുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. ഫോൺ വിളിച്ച് പറഞ്ഞതാ. ശരി, കൊടുത്തേക്കാം. നയോമി കുറച്ചധികം നേരം ചോറ് ചവച്ചുകൊണ്ടിരുന്നു. എത്ര ശ്രമിച്ചിട്ടും വിളമ്പി വെച്ചതിൻ്റെ പാതി പോലും കഴിക്കാൻ സാധിച്ചില്ല. ഒടുവിൽ അവൾ എഴുന്നേറ്റ് കൈ കഴുകി. അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചെക്കപ്പ് നടത്തേണ്ട സമയമായി, സൗദാമിനിയമ്മ പറഞ്ഞു. അതിനെന്താ, കൊണ്ടുപോകാം.
നയോമി മുറിയിലേക്ക് നടന്നു. മുറിയിൽ കയറി വാതിലടച്ച ശേഷം പെൻഡ്രൈവ് എടുത്തു നോക്കി. ഇത് കണ്ടെത്തിയിരുന്ന നിമിഷം ഇവിടുത്തെ ജീവിതം അവസാനിക്കുകയാണെന്ന ഓർമ്മ അവളെ ഉലച്ചു. അവൾ പെൻഡ്രൈവ് USB പോർട്ടിൽ തിരുകി. ലാപ്ടോപ്പിൽ ന്യൂ സോഫ്റ്റ്വെയറിൻ്റെ സാന്നിധ്യം തെളിഞ്ഞു. അതിലെ ഫയലുകളിലേക്ക് അവൾ മൗസിനെ നയിച്ചു. ഒരു മുറിയിൽ ഏതോ ഒരാളെ നിലത്തിരുത്തിയിരിക്കുകയാണ്. തലയ്ക്ക് മീതെ വെളിച്ചം. ആരുടെയോ ചോദ്യം. നയോമിയെ നിങ്ങൾ തട്ടിക്കൊണ്ടുപോയത് എങ്ങോട്ടാണ്? എത്ര ദിവസം ജീവനോടെ അവളെ ഒളിപ്പിച്ചു വെച്ചു? അവളെ ആര് കൊലപ്പെടുത്തി? എങ്ങനെ കൊലപ്പെടുത്തി? ശവം എവിടെ മറവു ചെയ്തു? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടണം. കാമറക്കണ്ണിന് നേർക്ക് വെള്ളത്തിൽ വീണു നനഞ്ഞ പുലിയെ പോലെ അയാൾ ഭീതിയോടെ നോക്കുന്നു. നയോമി ശ്വാസമടക്കി.